ഷെഫിക്ജി, ഇതൊക്കെ ആണെങ്കിലും ഈ കൂട്ടായ്മ ഉണ്ടായപ്പോൾ എനിക്കുണ്ടായ മറ്റൊരു അത്ഭുതമാണ് എൻ്റെ ഓർഗനൈസേഷൻ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഗനൈസേഷൻ ഉണ്ടാകാൻ ഈ കൂട്ടായ്മ എന്നെ സപ്പോർട്ട് ചെയ്തപ്പോൾ ആ ഓർഗനൈസേഷനാണ് എന്നെ ഇവിടെ നിർത്തിയത്. അതില് മലപ്പുറം ജില്ലയിൽ നിൽക്കുമ്പോൾ തീർത്തും പറയാതിരിക്കാൻ ഒക്കില്ല, രണ്ട് വ്യക്തികളുടെ ടീമുകൾ തമ്മിലുള്ള അതിയായ ആ ഒരു കോമ്പിനേഷനാണ് എന്റെ സക്സസിന് ഒരു വഴിത്തിരിവായി മാറിയത്. അത് മലപ്പുറം ജില്ലയില് മിസ്റ്റർ ഷാജഹാനും അതുപോലെ ഷീജ മാഡം. ഫ്യൂച്ചർ ഡയമണ്ട്സിന്റെ ഏതൊരു ഡൗട്ടുകൾ എനിക്ക് പറയാൻ കഴിയും, അത് 2030 ആകണ്ട, അതിന് മുമ്പ് തന്നെ ആവും. ഇത്രയും കാര്യങ്ങളിലൂടെ ഞാൻ ഇന്നിവിടെ എത്തിയെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ഒന്നേ ഉള്ളൂ, നിങ്ങൾ ഓരോ വ്യക്തികളും 2030 ഡയമണ്ട് പൊസിഷനിൽ നിന്ന് ഇതിനേക്കാളും വലിയൊരു ക്രൗഡിൽ നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാകണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളോടൊപ്പം വരുന്ന ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടർ സ്റ്റാർ ആകുമ്പോൾ ആ വ്യക്തിയെ കൃത്യമായിട്ട് നിങ്ങൾ 1+1 വീക്കിനുള്ളിൽ നിങ്ങൾ അവരെ ഈ പറഞ്ഞ സ്റ്റാറിൽ നിന്ന് 250ലേക്ക് കൊണ്ടുപോവുകയും അതിൽ നിന്ന് 500ലേക്ക് കൊണ്ടുപോവുകയും കൃത്യമായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും എന്നിട്ട് റൂബി എന്ന പട്ടം കെട്ടി നിങ്ങൾ കോട്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ പോലും ഇങ്ങനെ പിന്നെ പൊത്തിപ്പിടിച്ചു തുടങ്ങാൻ അവസരം ഉണ്ടാവരുത്. ഓരോ റൂബികളുടെയും എടുത്തു പറയേണ്ടത്, ഒരുപാട് റൂബികൾ നമ്മുടെ കമ്പനിയിൽ ഈ മലപ്പുറം ജില്ലയിലുണ്ട്. പക്ഷെ എന്ത് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൂബിയായി കോട്ടിട്ടു കഴിഞ്ഞു, പിന്നെ ഞമ്മന്റെ ജോലിയല്ലത്, നമ്മളെ ജോലിയല്ലത്, വിടണം. ഓരോ റൂബിയും ഇറങ്ങണം ഫീൽഡില്, ഓരോ പേളും ഇറങ്ങണം ഫീൽഡില്, ഓരോ എമറാൾഡും ഇറങ്ങണം, ഒപ്പം അതിനെ ഓർഗനൈസ് ചെയ്യണം. ഡയമണ്ട് എബോ 10 കൂടുതൽ ഡയമണ്ട്സോട് നിൽക്കൊണ്ട് നിങ്ങൾ കണ്ടു, നിങ്ങളെ കൃത്യമായിട്ട് നയിച്ചു, നിങ്ങൾക്ക് ട്രെയിനിങ് തന്ന് നിങ്ങളെ സക്സസ് ആക്കാൻ വേണ്ടി മെന്റർഷിപ്പിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. സ്വാഭാവികമായിട്ടും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടത് വരും. എന്നാൽ പോലും 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ സെഷനിൽ നിന്ന് ഇറങ്ങുകയാണ്. സാധാരണ പറയാറുണ്ട്, ഏതൊരു സക്സസിലും ഒരു പെണ്ണിന്റെ കൈ ഉണ്ടാവുമെന്നല്ലേ, അങ്ങനെ കേട്ടിട്ടില്ലേ? എന്നാൽ ഞാൻ പറയുന്നു, ഏതൊരു സക്സസിലും 2 പെണ്ണുങ്ങളുടെ കൈ ഉണ്ടാവും. ആദ്യത്തത് അമ്മ. അമ്മ എന്ന ആ പെണ്ണ്, ആ സ്ത്രീ, ആ മുത്ത് നമ്മുടെ ഫസ്റ്റ് സക്സസിന്റെ തുടക്കം. രണ്ടാമത്, അതിലൂടെ മകനായി വളർന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നമ്മുടെ രണ്ടാമത്തെ പെണ്ണ്. ആദ്യത്തെ പെണ്ണിന് നമ്മള് മകനാവുമ്പോൾ, രണ്ടാമത്തെ പെണ്ണിന് മകൻ ഉണ്ടാവുമ്പോൾ അവിടെയും അമ്മ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ അമ്മ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. സ്ത്രീകൾക്ക് തന്നെയാണ് പ്രാധാന്യം. സ്ത്രീകൾ തിരിച്ചു എന്നെ വിളിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഓരോ ദിവസവും ഈ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും സന്തോഷത്തിന്റെ ദിനങ്ങളായി മാറും. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, ഇങ്ങനെ സക്സസ് ഉണ്ടാവുമ്പോൾ എന്നോടൊപ്പം എന്ത് കാര്യം വന്നാലും എന്ത് പ്രശ്നം വന്നാലും, ഇല്ല ചേട്ടനെ കൊണ്ടൊക്കും, സിമ്പിൾ, ടെൻഷൻ വിടും, സക്സസ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് സമാധാനിക്കുന്ന എന്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞ മാസം മുതൽ 50,000 രൂപ ഈ കമ്പനിയിൽ നിന്ന് ഈ സാലറി ഇനത്തിൽ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നപ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഇത്രയും വലിയ സന്തോഷം അനുഭവിച്ചില്ല ഞാനും എന്റെ ഫാമിലി. ഞാൻ ചോദിച്ചു, ആ പൈസ എനിക്ക് തരാവോ? 10,000 രൂപ എനിക്ക് എന്നാൽ മതി, ബാക്കി എടുത്തു. പക്ഷേ ഇല്ല, 50,000 രൂപയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൈക്കൊണ്ടുകൊണ്ട് തൊഴില. ഞാൻ ചോദിക്കാം, ജീവിതത്തിൽ സക്സസ് ആവണമെങ്കിൽ സക്സസ് ആയ ആൾക്കാരെ ഫോളോ ചെയ്ത് മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ഉണ്ടായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വളരെ വലുതാണ്. പക്ഷെ ഞാൻ എടുത്ത തീരുമാനം, ഡയമണ്ട് ഷിപ്പ് എന്നത് സ്വപ്നം കണ്ട് ഓരോ ദിവസവും, ഞാൻ നേരത്തെ പറഞ്ഞ ഈ കമ്പനിയുടെ ഓരോ ഡയമണ്ട്സിനെയും കണ്ടിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. ഓരോ ഡയമണ്ട്സും ഇത് കുത്തുമ്പോൾ എന്നെനിക്ക് ഇവിടെ കുത്താൻ കഴിയും എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ സ്വപ്നം കണ്ട് ഞാൻ എടുത്ത 1000 ദിവസമാണ് എന്നെ ഇന്നിവിടെ നിർത്തിയത്. ഈ 1000 ദിവസം നിങ്ങൾ ഓരോ വ്യക്തികളും തീരുമാനമെടുക്കാൻ കഴിയുമെങ്കിൽ ജീവിതം മാറി മറിയും. അങ്ങനെ മാറി മറിയാൻ കഴിയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വലിയ സക്സസ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കണ്ടുമുട്ടും എന്നുള്ള ആത്മവിശ്വാസം തൽക്കാലം ഞാൻ ഇവിടെ വാങ്ങുന്നു. താങ്ക് യു.